കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അംബരീഷ മഹാരാജാവിൻ്റെ അദമ്യമായ ഭഗവത് ഭക്തിയെക്കുറിച്ചുള്ള കഥ കേൾക്കാം. നമ്മുടെ നാരായണീയത്തിൽ അംബരീഷ ചരിതം ദശകം 33-ലാണ്. വൈവസ്വത മനുവിൻ്റെ പുത്രനായ നഭാഗൻ്റെ മകനായ നാഭാഗൻ എന്ന രാജാവിൻ്റെ പുത്രനായ അംബരീഷ മഹാരാജാവ് 7 സമുദ്രങ്ങളാൽ വലയം ചെയ്ത് കിടക്കുന്ന ഭൂമിയുടെ അധിപനാണ്. ഭൂമണ്ഡലത്തിൻ്റെ മുഴുവൻ അധിപതിയായിരുന്നിട്ടും അദ്ദേഹത്തിന് ഭഗവാനിലും ഗുരുവായൂരപ്പ ഭഗവാന്റെ ഭക്തരിലും മുഴുകിയ മനസ്സുള്ളവനായി ഭക്തിയോടെ സന്തോഷത്തോടെ കഴിഞ്ഞു വന്നിരുന്നു. ഈ അംബരീഷ മഹാരാജാവ് എല്ലാ കർമ്മങ്ങളും, അതായത് ആത്മീകവും ഭൗതികവുമായ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പ്രീതിക്കായിട്ട് മാത്രം ചെയ്തു പോന്നിരുന്ന ഒരു മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്തി കണ്ടിട്ട് ഭഗവാൻ വളരെയധികം പ്രസാദിച്ചു. അംബരീഷ മഹാരാജാവ് അപേക്ഷിക്കാതെ തന്നെ അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിനായിട്ട് 1000 വായ്ത്തലകളുള്ള സുദർശന ചക്രത്തെ അംബരീഷ മഹാരാജാവിന് ഭഗവാൻ ദാനം ചെയ്തു. അന്നു മുതൽക്ക് സുദർശന ചക്രം അംബരീഷ മഹാരാജാവിൻ്റെ രക്ഷയ്ക്കായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അനന്തരം അംബരീഷ മഹാരാജാവ് തൻ്റെ സന്മനസ്സുള്ളവരായ പത്നിയും ഒന്നിച്ച് യമുനാ നദിയുടെ തീരപ്രദേശത്തുള്ള മധുവനത്തിൽ വച്ചിട്ട് ബ്രാഹ്മണർക്ക് പൂജയും സൽക്കാരങ്ങളും ഒക്കെ നൽകി 60 കോടി പശുക്കളെ അദ്ദേഹം ദാനം ചെയ്തു. ഭഗവാന്റെ അർച്ചനാർത്ഥം അംബരീഷ മഹാരാജാവ് ദ്വാദശി വ്രതം 1 വർഷക്കാലത്തേക്ക് ആചരിച്ചു. പാരണ ദിവസത്തിൽ പൂജ അവസാനിച്ച നേരത്ത് ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജാവിൻ്റെ ഭവനത്തിലെത്തി. അതിഥിയായിട്ടാണല്ലോ ദുർവാസാവ് മഹർഷി എത്തിച്ചേർന്നത്. അപ്രകാരം ദുർവാസാവ് മഹർഷിയെ ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ പരപീഡനത്തിൽ തൽപരനായ ആ ദുർവാസാവ് മഹർഷി സ്നാനാദി കർമ്മങ്ങൾക്കായിട്ട് യമുനാ നദിയിലേക്ക് വളരെ മന്ദഗതിയിൽ പുറപ്പെട്ടു. അതിഥി കഴിച്ചിട്ടേ ആതിഥേയം കഴിക്കാവൂ എന്ന പ്രമാണം കാരണമായി താൻ തിരിച്ചു വന്ന ശേഷമേ പാരണ നടക്കൂ എന്ന് കരുതിക്കൊണ്ടാണ് പാരണ മുഹൂർത്തം തെറ്റിച്ച് വ്രതം മുടക്കാനായിട്ടാണ് ആ ദുർവാസാവ് മഹർഷി മനഃപൂർവ്വം പതിയെ നടന്നത്. അംബരീഷ മഹാരാജു നോക്കി നിൽക്കുകയാണ്. ദുർവാസാവ് മഹർഷീനെ തിരികെ കാണുന്നില്ല. മഹർഷി വൈകുന്നത് കണ്ട് പാരണ മുഹൂർത്തം കഴിഞ്ഞു പോകുമോ എന്ന ഖേദത്താൽ വ്രതം മുടങ്ങാതിരിക്കാനായിട്ട് അംബരീഷ മഹാരാജാവ് വെറും ജലം കൊണ്ട് മാത്രം പാരണ കഴിച്ചു. പ്രകാരം പാരണ വീഴുകയും ചെയ്തു. അപ്പോഴേക്കും തിരിച്ചെത്തിയ ദുർവാസാവ് മഹർഷി തൻ്റെ ദിവ്യദൃഷ്ടിയാൽ താൻ വരുന്നതിന് മുൻപ് ജലം കൊണ്ട് മാത്രമായിട്ടാണെങ്കിൽ പോലും പാരണ കഴിച്ചതറിഞ്ഞ് അംബരീഷ മഹാരാജാവിനെ ശകാരിച്ചു. എന്നിട്ടും ദുർവാസാവ് മഹർഷിയുടെ ദേഷ്യം തീർന്നിട്ടില്ല. എന്നിട്ടും ദേഷ്യം തീരാണ്ട് തൻ്റെ ജട പറിച്ചെറിഞ്ഞ് കൃത്യ എന്നൊരു പിശാചിനെ സൃഷ്ടിച്ചു. ആരും തന്നെ ഭയപ്പെടുന്ന ഒരു രൂപമായിരുന്നു കൃത്യ എന്ന പിശാചിന്. വാൾ കയ്യിലേന്തിക്കൊണ്ട് ലോകത്തെ ദഹിപ്പിക്കാൻ എന്ന പോലെ നിൽക്കുന്ന ആ കൃത്യയെ കണ്ടിട്ടും അംബരീഷ മഹാരാജാവ് നിന്നിടത്തു നിന്ന് ഇളകിയില്ല. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ ഭക്തനായ അംബരീഷ മഹാരാജാവിനെ ബാധിച്ച ഈ ദുസ്ഥിതി കണ്ടിട്ട് ഭഗവാന്റെ സുദർശന ചക്രം അഗ്നിരൂപിയായ ആ കൃത്യയെ ശലഭത്തെ എന്ന പോലെ ഭസ്മമാക്കി കളഞ്ഞു. പിന്നീട് കൃത്യയെ സൃഷ്ടിച്ച ദുർവാസാവിൻ്റെ പിന്നാലെ അത് പാഞ്ഞു. ഭീതി പൂണ്ടവനായിട്ട് എല്ലാ ലോകങ്ങളിലും ഓടിയ ദുർവാസാവ് അവിടങ്ങളിലെല്ലാം സുദർശന ചക്രം പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവസാനം ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. കാലചക്രത്തെ തടുക്കാൻ ആർക്കും കഴിയില്ലെന്ന് അറിയിച്ചുകൊണ്ട് ദുർവാസാവ് മഹർഷിയെ ബ്രഹ്മാവ് കൈയൊഴിഞ്ഞു. പരമശിവനെ ശരണം പ്രാപിച്ചപ്പോൾ തനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന അർത്ഥത്തിൽ പരമശിവൻ ദുർവാസാവ് മഹർഷിയെ ഒന്ന് വന്ദിക്കുക മാത്രം ചെയ്തു. അന്നേരം ദുർവാസാവ് മഹർഷി ഓടി ഓടി വൈകുണ്ഠത്തിലെത്തി. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ ആസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് ദുർവാസാവ് മഹർഷി പ്രവേശിച്ച് ഭഗവാനെ നമസ്കരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഭഗവാൻ പറഞ്ഞു, അല്ലയോ മഹർഷിയെ, ഞാൻ ഭക്തദാസനാണ്.
ജ്ഞാനവും ഭക്തിയും വിനയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ബഹുമാനാർഹമായി തീരുകയുള്ളൂ. പോവുക, അംബരീഷിൻ്റെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിക്കുക. ഇപ്രകാരം ഭഗവാൻ അരുളി ചെയ്തു. അപ്പോൾ തന്നെ ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ക്ഷമാപണത്തോടെ ആ ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജാവിൻ്റെ കാല് പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ മുനിയെ അതിനെ അനുവദിക്കാതെ മഹത്വത്തോടെ മാറി നിന്ന് അംബരീഷ മഹാരാജാവ് സുദർശന ചക്രത്തെ സ്തുതിച്ചു. അംബരീഷ മഹാരാജാവിൻ്റെ സ്തുതി കേട്ടിട്ട് സുദർശന ചക്രം മാറിപ്പോയി. അംബരീഷ മഹാരാജാവിൻ്റെ ഭഗവത് ഭക്തിയെയും അപരാധം ചെയ്തിട്ടും തന്നോട് കാണിച്ച കാരുണ്യത്തെയും സ്തുതിച്ചുകൊണ്ട് മുനി അംബരീഷന് വരങ്ങൾ നൽകി. സുദർശന ചക്രത്തെ ഭയന്നിട്ട് ലോകമെല്ലാം ഓടിയലഞ്ഞ ദുർവാസാവ് മുനിയെയും കാത്ത് ഭക്ഷണം കഴിക്കാതെ 1 വർഷക്കാലം ഇരുന്നു ആ അംബരീഷ മഹാരാജാവ്. ഉടൻ തന്നെ അദ്ദേഹം ദുർവാസാവ് മഹർഷിയെ വിധിപ്രകാരം സൽക്കരിച്ച് ഭക്ഷണം നൽകി സന്തോഷവാനാക്കി യാത്രയച്ചു. ശേഷം അദ്ദേഹവും ഭക്ഷണം കഴിച്ചിട്ട് ഭഗവാനിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ദൃഢമായ ഭക്തിയുള്ളവനായി തീർന്നു. ജീവിതാവസാനം അംബരീഷ മഹാരാജാവ് സായൂജ്യത്തോടെ ഭഗവാന്റെ മോക്ഷപദത്തെ പ്രാപിച്ചു. ഭക്തർക്കൊപ്പമാണ് ഭഗവാൻ എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഭഗവാനോടുള്ള അദമ്യമായ ഭക്തി കൊണ്ട് നാം ഭഗവാനിൽ തന്നെ ശരണം പ്രാപിക്കേണ്ടതാണ്. അതുമാത്രമല്ല, ഭഗവാൻ ദുർവാസാവ് മഹർഷിയോട് പറയുന്നത് പോലെ ജ്ഞാനവും ഭക്തിയും വിനയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ബഹുമാനത്തിന് അർഹമാവുകയുള്ളൂ. ഇപ്രകാരമുള്ള ഭക്തി നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.